പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈ പരിശുദ്ധമേ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. കർത്താവ്, ഇന്ന് അർപ്പിച്ച കുർബാനയുടെ യോഗ്യത എല്ലാ മക്കളെയും കർത്താവെ നിന്റെ ചിറകിന്റെ കീഴിൽ സ്വരുക്കൂട്ടരെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുമുറിവാടുന്ന വലതുകരം നിന്റെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്നു. അടുപ്പിടൽ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി നിനക്ക് ആവശ്യപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ അലട്ടുന്ന ഭാരങ്ങളും രോഗങ്ങളും യേശുവിന് നീങ്ങിപ്പോയിട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവ്, നിന്റെ തിരുസിലിവായെ നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസിലിവായുടെ ശക്തിയാൽ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായകമായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ. നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ അലച്ചത് കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ കുരിശെടുത്തിക്കൊണ്ട് ഞാൻ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്ന ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിന്റെ സമാധാനം അവിടെ നിലനിൽക്കുന്ന അടച്ച കർത്താവെ, നീ തന്നെ കർത്താവെ, നിന്റെ അവരുടെ യോഗ്യതയാക്കാനല്ല
ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഈ സമാധാനം അവർക്ക് അനുഭവിക്കാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അങ്ങനെയവർക്ക് എല്ലാവർക്കും ജീവിതമാർഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവരെ സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരുത്തുകയും ചെയ്യട്ടെ. ഇന്ന് നിൻ്റെ മാർഗത്തിലുണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങളും യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട, നമ്മൾ നേരത്തെ കണ്ടത് ഇന്നലെയൊക്കെ കണ്ടില്ലേ, അതായത് ദൈവവിളി രണ്ട് തരമുണ്ട്. ഒന്ന് ഏൽപ്പിച്ചത്, ഈശോനെ ദൈവപിതാവ് ഏൽപ്പിച്ചതാണ്. അപ്പോൾ ഈശോ തന്നെ പറയുന്നുണ്ട്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നവരല്ല എൻ്റെ അടുത്ത് വരുമെന്നാണ്. അത് ആകർഷിക്കപ്പെടും. ഇപ്പം നമ്മൾ പലരും വരുന്നത് ആദ്യം തന്നെ എങ്ങനെയാണ് ആകർഷിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. പിന്നെ ലോങ് ടൈമിൽ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു ആകർഷിപ്പില്ലാതെ ദൈവം തന്നെ ആകർഷിപ്പായിട്ട് നമ്മൾ തന്നെ ഏറ്റെടുത്ത് ചെയ്യും. അതാണ് ഏൽപ്പിച്ചതെന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6:44. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുത്ത് വരാനാവില്ല. ഇപ്പം നിങ്ങൾ തന്നെ ഉടമ്പടി എടുത്തിരിക്കണത് ചില ആൾക്കാർ ചില സാക്ഷ്യം കേട്ടിട്ടല്ലേ, സാക്ഷ്യം കേട്ട് പത്രം കണ്ട് ആകർഷിക്കും, ചില പത്രത്തിൽ സാക്ഷ്യം കണ്ട് ആകർഷിക്കും. ആദ്യം ഇങ്ങനെ ആകർഷിക്കുക, പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ആത്മാർത്ഥതയും വിശ്വസ്തയും കാണിക്കുമ്പോഴാണ് പിന്നെ നമ്മളെ ഏൽപ്പിക്കണത്. ഇപ്പം മറിയം എങ്ങനെയാണ്, മറിയം പക്ഷേ അമ്മയുടെ ദൈവവിളിയിൽ എല്ലാം ഏൽപ്പിച്ചതാണ് അവസാനം വരെ. അതായത് ഇപ്പം ഈശോനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ 17:4 എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ പോലെ മറിയത്തെയും ഈ ഈശോനെ ഗർഭം ധരിക്കുക എന്നുള്ള രക്ഷാകരമായ ദൗത്യം മറിയത്തെ ഏൽപ്പിച്ചതാണ്. എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയ കാര്യവും മറിയത്തെ ഏൽപ്പിച്ചതാണ്. കന്യാകുമാരി എടുക്കാൻ പോയ കാര്യവും മറിയത്തെ ഏൽപ്പിച്ചതാണ്. എല്ലാ കാര്യവും ഏൽപ്പിച്ചതാണ്. അപ്പോൾ ദൈവവിളിക്ക് ഏൽപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിക്ക് മുമ്പ് നമ്മളെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അകത്ത് ആകർഷണമുണ്ട്. അത് ദൈവപിതാവിൻ്റെ ആകർഷണമാണ്. എന്താണത് പറയണത്? ഈ ആത്മാവിനെ ഞാൻ അസൂയയോടെ അഭിലഷിച്ചു. യാക്കോബ് 4:5. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നുവെന്ന് തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അപ്പം മറിയത്തില് നിക്ഷേപിച്ച ആത്മാവിനെ ദൈവം ആകർഷിച്ചിട്ടാണ് മനുഷ്യാവതാര ദൗത്യം മറിയത്തിനെ ഏൽപ്പിക്കണത്. ആദ്യം ആകർഷണം എന്നത്. അപ്പം മറിയം അതിനോട് സഹകരിക്കുന്നുണ്ട്. എപ്പോഴും ദേവാലയത്തിൽ തന്നെ താമസിക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കുകയും മറിയത്തിൻ്റെ സഹകരണം എന്ന് പറയണത് മറിയത്തിൻ്റെ സ്വസ്ത്രഗീതമില്ലേ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ള സ്വസ്ത്രഗീതമില്ലേ, അതിൻ്റെ അകത്ത് കുറേ ഭാഗങ്ങൾ ശരിക്കും പിന്നെ സാമൂലിൻ്റെ അമ്മ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞ സ്വസ്ത്രഗീതങ്ങളാണ് ഇല്ലേ. 1 സാമുവേൽ 2:1. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. അപ്പൊ ഇതാണ് മറിയം സ്വസ്ത്രഗീതത്തിൽ പറയണത്. എടുത്തേ ലൂക്ക 1:46. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇത് രണ്ട് സെയിം അല്ലേ? അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഈ 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെ മറിയം ദേവാലയത്തിൽ താമസിച്ചിരുന്നു. ആ കുഞ്ഞ് 4 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ എല്ലാ ശനിയാഴ്ചയും ദേവാലയത്തിൽ വായിക്കുന്ന വചനങ്ങളെ മറിയം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിൽ സ്വസ്ത്രഗീതം ഉൾപ്പെട്ടിരുന്നു.
സ്വസ്ത്രഗീതത്തിൻ്റെ ഭാഗങ്ങൾ ഹന്നായുടെ സ്വസ്ത്രഗീതമായിട്ട് ബന്ധമാണെങ്കിൽ അതാണ് അമ്മ പറയുന്നുണ്ടെങ്കിൽ ആ 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെ അമ്മ ദേവാലയത്തിൽ കുഞ്ഞുനാൾ താമസിച്ചപ്പോൾ അവിടെ നടന്ന മുഴുവൻ വചനങ്ങളും അമ്മയ്ക്കറിയാം. കാര്യം എന്താണ്, ഒരാവശ്യം വന്നപ്പോൾ സാമുവിൻ്റെ അമ്മ ഹന്ന പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് മറിയത്തിൻ്റെ സ്വസ്ഥ പ്രാർത്ഥനയാക്കി അത് മാറ്റിയെങ്കിലും അതറിയാമെങ്കിൽ ബാക്കിയുള്ള അവിടെ വായിച്ചുള്ള എല്ലാ വചനങ്ങളും അമ്മയ്ക്കറിയാം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദേവാലയത്തിൽ പറഞ്ഞ വചനങ്ങളോട് അമ്മ വളരെ സബ്മിസീവായിരുന്നു. അതുകൊണ്ടാണ് അമ്മയുടെ ആത്മാവിന് ദൈവം അസിയോടെ അപേക്ഷിച്ചിട്ട് മനുഷ്യാവതാരത്തിൻ്റെ ദൗത്യം ഏൽപ്പിച്ചിരിക്കണം. ആദ്യം ആകർഷണം ഉണ്ടാക്കിയെടുക്കണം. അതിനെന്ത് ചെയ്യണം? അതിനോട് നമുക്ക് ദൈവവചനത്തോട് നമുക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ അഭിനിച്ച് തോന്നണം. അങ്ങനെ തോന്നിയാൽ ദൈവത്തിന് അവസാനം ആ ദൈവസ്നേഹം നമ്മൾ നിറഞ്ഞു വരുമ്പോൾ അമ്മയുടെ ആത്മാവിനെ അസിയോടെ അപേക്ഷിച്ച പോലെ നമ്മളെ ആകർഷിക്കും ദൈവം. അപ്പോൾ ദൈവവിളിയിൽ 2 ഘട്ടമുണ്ട്. ഒന്ന് ആകർഷണത്തിൻ്റെ ഘട്ടം, രണ്ടാമത് ഏൽപ്പിക്കുന്ന ജോലി. അത് ഏൽപ്പിച്ച ജോലിക്ക് മുമ്പ് ആകർഷണം വരാം, ചിലപ്പോൾ ആകർഷണം കഴിഞ്ഞിട്ട് ഏൽപ്പിക്കാം. അത് രണ്ടിനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. നീ ഏത് ദിശയിലാണെന്ന് നോക്കിയാൽ മതി. ആകർഷിപ്പിലാണോ ഉള്ളത്, അത് ഏൽപ്പിച്ച ജോലിയിലാണോ ഉള്ളത്? സ്വന്തമായിട്ട് നോക്കി ആലോചിച്ച് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സാന്ത്വനാഭിഷേകം പ്രേക്ഷകരെ, നമ്മൾ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ അല്ലാത്ത കാരണങ്ങളാൽ, ഇനിയിപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തത്തോടുകൂടിയുള്ള കാരണങ്ങളായാലും ചില ജീവിത പ്രതിസന്ധികളിലെ ജീവിതകാലം മുഴുവൻ കുരിശെടുക്കുന്നവരുണ്ട്. അവർ എത്ര പ്രാർത്ഥന കൂടിയാലും അവരുടെ മനസ്സിൽ അവരൊറ്റക്കാണല്ല സ്വകാര്യമായ ഭാരം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമൊക്കെ താങ്ങിപ്പോകുന്നത്. അവർക്ക് സങ്കടവും ഭാരമൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളവർ ഈ ശുശ്രൂഷ ശ്രദ്ധയോടെ കേൾക്കാൻ കർത്താവ് പ്രത്യേക അഭിഷേകം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാര്യം എൻ്റെ അനുഭവത്തിൽ വന്ന ഒരു വിഷയമാണ്. ഒരു സഹോദരി ഒരിക്കൽ ഒരു കുഞ്ഞിനെ കൊണ്ട് എൻ്റെ മുറിയിൽ വന്ന്, കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുഞ്ഞാണ്. ഹൈപ്പർ ആക്ടിവിറ്റിയും പിന്നെ ഓട്ടിസം ഒക്കെ ഉള്ള പലതരത്തിലുള്ള ചാബല്യങ്ങൾ കാണിക്കുന്നതല്ല. അവനൊരു ഒരു 10 മിനിറ്റ് കൊണ്ട് മുറി മുഴുവൻ മെസ്സാക്കി കളഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അലമാരിയിൽ കൂടി മുകളിലോട്ട് കയറി വെറുതെ പെട്ടെന്ന് ഇങ്ങനെ കയറി ആ അലമാരിയും കൂടി അവൻ താഴെ വീണ് എൻ്റെ മേശയിലെ വരിപ്പ് എല്ലാം ടേബിൾ ക്ലോത്തൊക്കെ വരച്ച് താഴെ ഇട്ടു. ഞാൻ വളരെ സംയമനത്തോടെ ഇരിക്കുമ്പോൾ അവരുടെ ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ ഇതാണ് അവസ്ഥ. കാര്യം അന്ന് ആ കുഞ്ഞിനെ കാണുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു കാര്യം, വൈദ്യശാസ്ത്രം തോറ്റുപോയ ഒരു കേസാണിത്. കാര്യം എല്ലാ ഓട്ടിസം കുഞ്ഞുങ്ങളും ഓട്ടിസം ഉള്ളവരായിട്ട് തന്നെയാണ് ജീവിച്ചു പോണത്. കുറച്ച് അല്പസ്വല്പമൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ ഈ കുഞ്ഞ് ഒരു ആനയുടെ, ഒരു തേക്കിൻ്റെ ഒരു ആന രൂപം എൻ്റെ അലമാരിയുടെ മുകളിൽ ഇരിപ്പുണ്ടായി. അതെടുക്കാനാണ് ബുദ്ധിബോധമില്ലാതെ അവൻ നേരെ ലംബമായിട്ട് കയറിപ്പോയത്. എന്നിട്ടാണ് അലമാരി. അപ്പോൾ എന്ത് ബുദ്ധിയുണ്ട് അവന്? ആ വീഴും എടാ വീഴുമെന്നൊക്കെ പറഞ്ഞാൽ ആര് കേൾക്കാൻ? ഒരു രക്ഷയുമില്ല. അപ്പോൾ ഈ കൊച്ചിനെയും കൂടെ അവർ ജീവിക്കണില്ലേ, എത്രയോ വർഷം ജീവിക്കുന്നത്. ഒരു ദിവസം അവരെന്നെ വിളിച്ച്, അച്ഛാ ഞാൻ ഫെഡപ്പായി, സഹിക്കാൻ പറ്റണില്ല, വാട്ട് ടു ഡു എന്ന് എന്നോട് ചോദിച്ചു. എന്താ ഞാൻ എൻ്റെ പറ്റി? അതേ, എൻ്റെ മകനില്ലേ, ഞാൻ എൻ്റെ അപ്പൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പൻ കണ്ണൂർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കണ്ണടയൊക്കെ വെച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പഞ്ഞിയൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കുക. ചെറിയ നീറിറക്കം ഉണ്ട്. അപ്പോൾ വേദനയോടെ അങ്ങനെയെങ്കിലും കണ്ണിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പനിങ്ങനെ പത്രം കോച്ചിൽ കിടന്ന് പത്രം നോക്കിയാണ്. ഏതക്ഷരം കാണാൻ പറ്റുന്നുണ്ട്, ഏതക്ഷരം കാണാൻ പറ്റുന്നില്ലെന്ന് നോക്കിയപ്പോഴേ ഈ കുഞ്ഞിന് അവന് തോന്നിയത് അപ്പൻ അവൻ്റെ അടുത്ത് പാത്ത് കളിക്കണമെന്നാണ് തോന്നിയത്. പത്രം പൊക്കിയും താത്തി അവനുടനെ കളിയോടുകൂടി ഇങ്ങോട്ട് വന്നിട്ട് പത്രം മൊത്തം
പറിച്ചോടുകൂടി പറിച്ചത് കൊച്ചിൻ്റെ കൈ തെറ്റിപ്പോയി, അപ്പൻ്റെ കണ്ണാണ് പറിച്ചത്. അപ്പൻ്റെ ജീവൻ പണ പോലെ അപ്പം ഒറ്റ അടിപ്പിച്ച് കൊടുത്തു. കുഞ്ഞ് അതോടുകൂടി മറിഞ്ഞു വീണ് അവൻ ഒരു ബോധം കെട്ട അവസ്ഥയിൽ കിടക്കുക. ഇവർ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് അവരെ ബൈ പ്രൊഫഷൻ നേഴ്സാണ്. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ നിന്ന് സന്ധ്യയ്ക്ക് വൈകുന്നു വരുമ്പോൾ കുഞ്ഞിങ്ങനെ തളർന്ന് കിടക്കണ കണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ തിരക്കി നോക്കിയപ്പോൾ ഇതാണ് ഒരാശ്വാസത്തിനാണ് വീട്ടിൽ വരണത്. വീട്ടിൽ വരുമ്പോൾ ഇതുപോലെയുള്ള അവസ്ഥയാണെങ്കിൽ പിന്നെ അവർക്ക് എന്നാ ജീവിതം. അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ച് മടുത്തതുപോലെ പെട്ടെന്ന് വിളിച്ച് ചോദിച്ച്. അപ്പോൾ ഞാൻ സമയത്ത് ജവമാരെ ചൊല്ലിക്കൊണ്ട് എൻ്റെ പള്ളിയുടെ വരാന്ത് നടക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഇതിങ്ങനെ സംഭവിച്ചു എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എനിക്ക് മടുത്തെന്ന് പറഞ്ഞു. എനിക്ക് പറഞ്ഞു മടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതുപോലെ മടുക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു. ശരിക്കും ജീവിതത്തിൽ ഇതുപോലെ പലരും മടുക്കുന്നവരുണ്ടാവും. അപ്പോൾ എനിക്കൊരു മറുപടിയില്ല. പക്ഷേ നമുക്കറിയാമല്ലോ, നമ്മുടെ ഈശോയാണ് എല്ലാത്തിനും മറുപടി. അതെനിക്ക് കഴിഞ്ഞ 32 കൊല്ലമായിട്ട് അറിയാം. കാര്യം 10-21 ലക്ഷം മനുഷ്യരെ കൗൺസിൽ ചെയ്യുമ്പോൾ ഓരോ മനുഷ്യരുടെ ജീവിതത്തിലുണ്ടാകുന്നതിലൂടെ ചിലരോട് ഈശോ വളരെ ഇൻറ്റിമേറ്റായിട്ട് സംസാരിക്കാൻ നമുക്ക് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മോളെ 1 മിനിറ്റ് നീ ഒരു വിശ്വാസപ്രമാണം ചെല്ലാൻ പറഞ്ഞു. 1 മിനിറ്റ് ഒരു വിശ്വാസപ്രമാണം ചെല്ലാൻ പറഞ്ഞു. ഉടനെ അവളൊരു വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോൾ എന്നോട് ചോദിച്ചു ചൊല്ലി കഴിഞ്ഞ അച്ഛാ എന്ന് പറഞ്ഞു. നമ്മളെ ഡൊമസ്റ്റിക് ഡോർ എന്ന് ഈശോ പറയണം. സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റില്ല ഡൊമസ്റ്റിക് ഡോർ എന്താണെന്ന്. അപ്പോൾ അവളെന്നോട് ചോദിച്ചു അച്ഛാ എന്നാ ഡൊമസ്റ്റിക് ഡോർ? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. കർത്താവിൻ്റെ ഒരു സന്ദേശം ഹൃദയത്തിൽ പൊന്തി വന്ന ഡൊമസ്റ്റിക് ഡോർ. അപ്പോൾ അങ്ങനെ ഒരു വാക്കില്ല ശരിക്കും പറഞ്ഞു. ഡൊമസ്റ്റിക് ഉണ്ട്, ഡോറുണ്ട്. ഇതിങ്ങനെ അസംബിൾ ചെയ്ത് ഒരുമിച്ച് വരികയാണ് മെസ്സേജ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു മോളെ ഇത് ഒരു വീടിൻ്റെ ഡൊമസ്റ്റിക് പ്രൈവറ്റ് ഡോറാണ്, പബ്ലിക് ഡോറല്ല ഇത്. അപ്പോൾ എനിക്കൊരു പെട്ടെന്ന് എനിക്ക് സ്പാർക്ക് ചെയ്ത്, അതായത് പരിശുദ്ധാത്മാവിൻ്റെ സ്പാർക്കിങ്ങിൻ്റെ രീതികളതാണ്. ഒരു മെസ്സേജ് ഒരാളെ കൺവേ ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്കറിയാവുന്ന മീഡിയം ഉപയോഗിക്കും. ആ വിഷയം എനിക്ക് നേരത്തെ നന്നായിട്ട് കുറേ അനുഭവങ്ങളുള്ളതുകൊണ്ട് ഇത് വന്നപ്പോഴത്തന്നെ എനിക്ക് ഏറെക്കുറെ ആംഗിൾ പിടി കിട്ടി. ഡൊമസ്റ്റിക് പ്രൈവറ്റാണ് ശരിക്കും പറഞ്ഞാൽ, വളരെ പ്രൈവറ്റാണ് പ്രൈവറ്റ് ഡോർ. അപ്പോൾ പബ്ലിക് ഡോറുണ്ട് വീടിന് ഫ്രണ്ട് വശം, അവിടെ കൂടിയാണ് പിരിവുകാരും പിന്നെ മറ്റു തരത്തിലുള്ള പൊതുപ്രവർത്തകരൊക്കെ വരുന്നത്. ഡൊമസ്റ്റിക് ഡോർ എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കൾ മാത്രം അപ്പൻ്റെ മുറിയിലോട്ട് പ്രവേശിക്കുന്ന റോഡാണ്, അല്ലെങ്കിൽ തെക്കേ മുറി ഒരു പ്രാർത്ഥനാ മുറിയിലോട്ട് പ്രവേശിക്കുന്ന റോഡ്, അത് എൻ്റെ വാതിലാണ്. അതാണ് ഡൊമസ്റ്റിക്. അപ്പോൾ എനിക്ക് മനസ്സിലായപ്പോൾ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ശ്രദ്ധിച്ചാണ് ഈ വചനം ഈ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് ഞാൻ പറഞ്ഞു മോളെ ഇവനൊരു ഡൊമസ്റ്റിക് ഡോറാണെന്നാണ് ഈശോ പറയണത്. എന്ന് വെച്ചാൽ നിനക്ക് പൊതുജനങ്ങൾക്ക് വീട്ടിൽ വരാനാ പ്രധാന മുറി വരണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് മേടിക്കണം, കോളിംഗ് ബെല്ല് അടിക്കണം, സമയമെടുക്കണം, കുറേ സാങ്കേതിക പ്രയാസങ്ങളാണ്. പക്ഷേ അപ്പന് തെക്കേ മുറി പ്രാർത്ഥനാ മുറിയിരിക്കുന്ന അപ്പന് അല്ലെങ്കിൽ പ്രധാന മുറിക്കുന്ന അപ്പൻ്റെ അടുത്തേക്ക് മകൾക്ക് വരുന്നതിന് വേണ്ടി ഫ്രണ്ട് ഡോറെ കൂടി വരേണ്ട കാര്യമില്ല. അതിന് സ്വകാര്യമായ വീട്ടുവാതിലുണ്ട്, വീട്ടുവാതിൽ ഡൊമസ്റ്റിക് ഡോർ. അപ്പോൾ വീട്ടിലോട് പറഞ്ഞാൽ അവർക്ക് ഏത് സമയത്തും വരാം. ഞാൻ പറഞ്ഞു മോളെ ഇത് നന്നായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ, നീ ഇത് ഈശോ നമുക്കറിയാമല്ലോ ഈശോ പറഞ്ഞിട്ടുണ്ട് ഒരു നാണയത്തുട്ടിന് 2 കുരുകൾ വിൽക്കപ്പെടുന്നില്ലേ, അതിലൊന്നുപോലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ താഴെ വീടുന്നില്ല. ഇതിൻ്റെ തകർച്ചയെല്ലാം കർത്താവിന് അറിയാം, അറിയാത്ത ഒരു തകർച്ചയില്ല. ലൂക്കാ 12:7 ഈ തകർച്ച പറയണത് ഇത് ഞാൻ അറിയാതെ ഒരു തകർച്ച. ഇപ്പോൾ ഈ എപ്പിലെപ്സി അല്ലെങ്കിൽ ഈ ഓട്ടിസം ആയാലും ശരി കർത്താവിന് അറിയാവുന്നു. കർത്താവിന് ഈ വിഷയത്തെക്കുറിച്ച് അറിയാവുന്നുള്ള അറിവാണ് നമ്മുടെ ഒരു ആശ്വാസം, വിശ്വാസിയുടെ ആശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ കുഞ്ഞ് ഉള്ളിടത്തോളം കാലം, ഈ കുഞ്ഞ് ജീവിച്ചിടത്തോളം കാലം നിനക്ക് ഒരു റിസർവേഷനും ഇല്ലാതെ നിനക്ക് ഏത് സമയത്തും നിൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് വരാമെന്ന്. എനിക്കാണെങ്കിൽ ഇത് കേട്ടപ്പോൾ വല്ലാണ്ട് തോന്നി. എന്നുവെച്ചാൽ ഇതൊരു വലിയൊരു സംഭവമാണല്ലോ. അതായത് ദൈവത്തിൻ്റെ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം ഏൽപ്പിച്ച ഒരു ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൺസെൻട്രേഷന് വേണ്ടി പ്രാർത്ഥനയിൽ അല്ലാതെയും അതിനുണ്ടാകുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് വരേണ്ടി വരും. കാര്യം കുരിശെടുക്കുന്ന ആൾക്കാർ എപ്പോഴും പിതാവുമായിട്ട് എപ്പോഴും ഓൺലൈൻ. അതാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. പിതാവ് ഏൽപ്പിച്ച കുരിശെടുക്കുന്നവർ എപ്പോഴും പിതാവുമായിട്ട് ഓൺലൈനാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ആ കാര്യത്തിൽ മടുക്കരുതെന്ന് പറയും. അതുകൊണ്ടാണ് ലൂക്കാ 18:1 പറയുന്നത് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം. കാര്യം കുരിശിൻ്റെ വിഷയം വെച്ചാണ് നീ, ജീവിതത്തിൻ്റെ ഭാരം വെച്ചാണ് നീ ദൈവത്തോട് പ്രാർത്ഥിക്കണത്. അപ്പോൾ കുരിശ് വിഷയമായത് കാരണം പലപ്പോഴും നിനക്ക് മടുക്കാൻ സാധ്യതയുണ്ട്. അത് മടുപ്പ് കൂടാതെ നീ പ്രാർത്ഥിക്കണം. രാവും പകലും പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അപ്പൻ എപ്പോഴാണെങ്കിലും നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നിരിക്കും. പക്ഷേ അതല്ല, അതിനേക്കാൾ വലിയൊരു കാര്യം
ഉത്തരം തരണമല്ല, കാര്യം ഉത്തരം തന്നു എന്ന് പറഞ്ഞ സത്യമാണ്. ഇന്ന് ആ കുഞ്ഞിൻ്റെ മുറി വരുമ്പോൾ ഞാൻ ഓർക്കും അവനെന്ത് സ്മാർട്ടായിട്ട് പഠിക്കുന്നു. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഒരു ഓട്ടിസം ബാധിച്ച കുഞ്ഞ് ഇത്രയും റിക്കവർ ചെയ്തിട്ട് നന്നായി പഠിക്കുകയും അവൻ്റെ കപ്പാസിറ്റി നോക്കുമ്പോൾ. അപ്പോൾ ദൈവത്തിന് ഒരു സെക്കൻഡ് മതി നിൻ്റെ ജീവിതം മാറ്റാൻ. ദൈവത്തിനെ ഇതുപോലെ പല പല കുരിശുകൾ എടുക്കുന്ന മക്കൾ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും എടുക്കാൻ വേണ്ടി, എല്ലാ നാമത്തിലും കർത്താവിനോട് വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും എടുക്കാൻ വേണ്ടി, ആ സ്നേഹത്തോടെ എടുത്തുകൊണ്ടെല്ലാം കൃപയാക്കി മാറ്റാൻ വേണ്ടി, കൃപ ദൈവത്തിൻ്റെ ശക്തിയായി ദൈവം തന്നെയായി നമ്മൾ ഉള്ളിൽ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളായി ജീവിക്കാൻ വേണ്ടി, ഇഹത്തിലും പരത്തിലും നിത്യതയിലും ദൈവമഹത്വം കരയേറ്റാൻ വേണ്ടി, മഹത്വത്തോട് ജീവിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹമായ സഹനങ്ങളെ തിരിച്ചറിയാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം, സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കേട്ട വചനങ്ങളെ ഹൃദയത്തിലും ആത്മാവിലും സ്വീകരിച്ചുകൊണ്ട് കർത്താവേ, കൃപയ്ക്ക് മേൽ കൃപയാർജിക്കാൻ, ഞങ്ങളുടെ ജീവിതത്തെ ശക്തീകരിക്കാൻ ആത്മാവിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവേ. കുരിശിനെ കൃപയാക്കാൻ, പ്രശ്നങ്ങളെ പ്രസാദപരമാക്കാൻ, നമ്മളെ സഹായിക്കാൻ, പ്രചോദിപ്പിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ്, ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കന്മാരുടെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ, ഇതുപോലുള്ള സങ്കടകരമായ സാഹചര്യങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ പ്രാർത്ഥനയോടെ ഒരു കുരിശ് കൃപയായി മാറുമ്പോൾ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന ബോധ്യത്തോടുകൂടി ആ നിത്യതയിൽ നിനക്ക് മഹത്വം കരയേറ്റുമെന്നുള്ള ആഴമായ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യം പ്രാർത്ഥനാപൂർവ്വം കേൾക്കാം. എൻ്റെ പേര് ആൻ്റണി, ഏളമക്കരയിൽ നിന്ന് വരുന്നു. എൻ്റെ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് എത്തിയിട്ടുള്ളത്. എൻ്റെ കുഞ്ഞിന് 2.5 മാസമായപ്പോഴത്തേക്കും അവന് പാമ്പിൻ്റെ പടം പോലെ വന്നിട്ട് തൊലി പൊളിഞ്ഞു പോകുന്ന അവസ്ഥയിലായിരുന്നു. അത് ഭയങ്കര ചൊറിച്ചിലും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വെള്ളവും ഒക്കെ ഒലിക്കുമായിരുന്നു. അവനെ ഞങ്ങൾ ഹോമിയോ ആയുർവേദം കാണിച്ച് കുറവില്ലാതായിരുന്നു. 3.5 മാസമായപ്പോഴത്തേക്കും അവന് വയറിളക്കവും തുടങ്ങി. 6 മാസമായപ്പോഴത്തേക്കും അവന് കാലൊക്കെ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായി. വയറിളക്കം കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു 10-12 പ്രാവശ്യങ്ങളിൽ ഒരു ദിവസം പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലിസിയിൽ കാണിച്ചു. അപ്പോൾ ലിസിയിൽ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞത് അവിടെ ഇതിന് ചികിത്സിക്കാൻ സജ്ജീകരണങ്ങളില്ല, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചു കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ PUSൽ കൊണ്ടേ കാണിച്ചു. PUSൽ ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും കൊടുക്കാനില്ല, ഞങ്ങളിപ്പോൾ തൽക്കാലം മരുന്നുകളെ കൊടുക്കാം, പ്രാർത്ഥന, ശക്തമായുള്ള പ്രാർത്ഥന വേണം, എന്നാലും മാത്രമേ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ICUവിൽ അഡ്മിറ്റാക്കി. അവർ പറഞ്ഞു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല, ഇത് ഒരു കാട്ടുതീ പോലെ പടരും, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. 50-50 ചാൻസ് അത്രേ അവർ പറഞ്ഞുള്ളൂ. അങ്ങനെ ആൽബുമിൻ കുറവായിരുന്നു, അതിന് പ്രോട്ടീൻ കുറവായിരുന്നു, ബ്ലഡ് കൗണ്ട് കുറവായിരുന്നു, WBC കൗണ്ട് കൂടുതലായിരുന്നു. അങ്ങനെ ആൽബുമിൻ ഇഞ്ചക്ഷൻ 3 എടുത്തു. അങ്ങനെ പിന്നെ ഞങ്ങളപ്പോൾ അയൽവക്കത്തുള്ള ഒരു ചേച്ചിമാരൊക്കെ പറഞ്ഞപ്പോൾ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു. ഞാനിവിടെ ഒരു മെയ് 20-ാം തീയതി വന്നിട്ട് ഉടമ്പടി പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. എൻ്റെ നിബന്ധനകൾ കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് വന്ന് പറഞ്ഞു. ഭാര്യ 26-ാം തീയതി വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾ ആദ്യം ജൂൺ 3-ാം തീയതി ആദ്യത്തെ ഞായറാഴ്ച ഉടമ്പടി ദാനത്തിൽ പങ്കെടുത്തു. അന്നത്തെ ആരാധനയ്ക്ക് ശേഷം അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കുഞ്ഞിൻ്റെ. അതിനുശേഷം ഞങ്ങൾ 4-ാം തീയതി ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോകേണ്ട ദിവസമായിരുന്നു. ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോയി, ചെക്ക് ചെയ്തു. പിറ്റേ ദിവസം ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞത് ആൽബുമിൻ അവൻ്റെ കൂടാതിരുന്ന ആൽബുമിൻ 3 ആയിട്ടുണ്ട്, ഇപ്പോൾ ഒരു കൺട്രോളായിട്ടുണ്ട്. പക്ഷേ ഒരു കുഴപ്പമുള്ളത് അവൻ്റെ WBC കൗണ്ട് 36,000 ആയിരിക്കുകയാണ്, അത് ഒട്ടും കുറയുന്നില്ല. അത് ലുക്കേമിയയുടെ സ്റ്റേജിലാണ്. അത് ലുക്കേമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസറിൻ്റെ സ്റ്റേജിലാണ്. അത് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. കൺഫേം ചെയ്യണമെങ്കിൽ അപ്പോൾ ഞാൻ ചോദിച്ചു ഈ സ്കിന്നിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇത് കൂടില്ലേ, WBC കൊണ്ട് കൂടാൻ സാധ്യതയില്ലേ ഡോക്ടർ എന്ന് ചോദിച്ചു. അതൊരു പോസിബിലിറ്റി മാത്രമാണ്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് ഒരു ഒപ്പീനിയൻ എടുത്തോളൂ, പക്ഷെ അത് ഒരു സാധ്യത വളരെ കുറവാണ് അതിന് എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ തന്നെ വേറെ ഡെർമറ്റോളജിനെ കാണിച്ചു.
പക്ഷേ പുള്ളിയും പറഞ്ഞത് ഇത് അവൻ്റെ ചൊറിച്ചിൽ മാറാനേ പറ്റുള്ളൂ. ഇത് രോഗം മാറണമെങ്കിൽ 2-2.5 വർഷത്തോളമെങ്കിലും എടുക്കും. അവന് ചൊറിച്ചിൽ മാറാൻ വേണ്ടി മാത്രമേ തുള്ളി മരുന്ന് തരാം, വേറെ അകത്ത് മരുന്ന് കൊടുക്കാനില്ല എന്നാണ് ആ ഡോക്ടറും പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഉടമ്പടി തൈലവും പറ്റാറുണ്ടായിരുന്നു. ഈ ഒരു തുള്ളി മരുന്ന് ഒരു ദിവസം പുരട്ടി, രണ്ടാമത്തെ ദിവസം തന്നെ അവൻ്റെ ഇത് തൊലിയൊക്കെ സ്കിന്നെല്ലാം നല്ല സോഫ്റ്റായി, എല്ലാം അവൻ്റെ ആ പൊട്ടി ഒലിച്ചിരുന്നതൊക്കെ ഉണങ്ങി. അല്ല, ഇപ്പോൾ അവൻ്റെ സ്കിന്നിലൊക്കെ ആ ഒരു ചെറിയ പാടുകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നം. സ്കിന്നെല്ലാം നല്ല സോഫ്റ്റായി, അവൻ്റെ വയറ്റിൽ നിന്ന് പൊക്കെല്ലാം നല്ല ക്ലിയറായി, എല്ലാം സാധാരണ പോലെയായി. അതിന് ശേഷം ഞങ്ങൾ 30-ാം തീയതി ബ്ലഡ് ചെക്ക് ചെയ്തു. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ആൽബുമിൻ 4.3 ആയി, പ്രോട്ടീൻ 6.3 ആയി, എല്ലാം നോർമലായി. WBC കൗണ്ട് 36,000 ആയിരുന്നത് 12,000 കുറഞ്ഞു. ഇതെല്ലാം മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെ അനുഗ്രഹമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ദൈവത്തിൻ്റെ ഇതാക്കാൻ വേണ്ടി കർത്താവ് ഇവനിലൂടെ ഞങ്ങൾ ഒരുക്കണേന്നാണ് ഞങ്ങൾ കരുതുന്നത്. മാതാവിനോടും ദൈവത്തോടും അങ്ങേയറ്റം നന്ദി അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കന്മാരുടെ ആധ്യാത്മിക അനുഭവങ്ങൾ കേൾക്കുകയായിരുന്നു. പ്രയാസ നിമിഷങ്ങളിൽ ചങ്ക് നുറുങ്ങിയാണെങ്കിലും അവർ ദൈവത്തിൽ, ഈശോയിൽ വിശ്വസിച്ചു. വിശ്വാസം ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ദൈവം റെസ്പോണ്ട് ചെയ്യും. അത് നമുക്ക് ഇവർ തന്നെ ഒരു മാതൃക. ഇങ്ങനെ അനേകായിരം മാതൃകയുണ്ട്. നമ്മളെ വിശ്വാസത്തിൻ്റെ ആദ്യ ഭാഗം കഴിയും, സെക്കൻഡ് ഫ്ലോറിലേക്ക് പ്രവേശിച്ചിട്ട് നമ്മൾ പിന്നെ വിഡ്രോ ചെയ്യുന്നതാണ് പലപ്പോഴും കണ്ടുവരുന്നത്. ഇതല്ല, കാര്യങ്ങൾ അഡ്വൈസറി ആയിട്ടും പ്രതികൂലമായിട്ട് നീങ്ങുമ്പോഴും വിശ്വാസത്തോടെ നമ്മൾ പിന്നെയും പ്രത്യാശയോടെ നമ്മൾ നീങ്ങും. അങ്ങനെ പ്രത്യാശയോടെ നീങ്ങുന്നവരോട് ദൈവം സംസാരിക്കും, ദൈവം സ്പർശിക്കും. അവർ താൽക്കാലികമായിട്ട് തള്ളിക്കളഞ്ഞാലും വിട്ടുമാറാൻ നിൽക്കുന്ന ആൾക്കാരെ സുവിശേഷത്തിൽ ഈശോ സന്ധിക്കാൻ കണ്ടിട്ടില്ലേ? ആ സന്ധിക്കുന്ന ഈശോയാണ്. നിൻ്റെ സഹനങ്ങൾ നിങ്ങൾ സന്ധിക്കുന്ന ഈശോയാണ് ഇപ്പോഴിവിടെ. ഈ കുഞ്ഞിനെ സുഖപ്പെടുത്തിയ ഈശോ ഇപ്പോൾ ഇവിടെ ആരാധനയിൽ സാന്നിധ്യം നൽകിക്കൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും, സമീപസ്ഥരെയും വിദൂരസ്ഥരെയും കർത്താവിൻ്റെ കൃപയാൽ നിറച്ച് ശക്തിപ്പെടുത്താൻ വേണ്ടി ആഴമായി വിശ്വാസം ക്രമീകരിച്ചുകൊണ്ട് ദൈവസ്നേഹം ഹൃദയത്തെ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ പങ്കെടുക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും. സാക്ഷ്യങ്ങൾ കേൾക്കുക. കർത്താവെ, വചനം കേട്ടപ്പോൾ കുരിശ് എങ്ങനെയാണ് കൃപയാകും മാറുന്നത്, പ്രശ്നങ്ങൾ എങ്ങനെയാണ് പ്രസാദപരമായി മാറുന്നതെന്ന് കർത്താവെ നീ ആത്മാവിൽ വെളിപ്പെടുത്തി. കർത്താവെ, ഈ ആരാധനയും സമീപസ്ഥം കർത്താവ് വിദൂരസ്ഥമായി ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളും കർത്താവ് ഇതുപോലെ അനവധിയായ കുരിശുകൾ കർത്താവ് പേറുന്നവരാണ്. അതിനർത്ഥം പോലും അറിയാതെ കുരിശ് ഞെരുങ്ങി കർത്താവ് കുരിശോടുകൂടി വീണിട്ട് കർത്താവ് അങ്ങ് നിലംപരിശായി പോകുന്ന റേശയെ അവർക്കെല്ലാം ആശ്വാസമായി, അവർക്കെല്ലാം ഉയർത്തെഴുന്നേൽപ്പായി കർത്താവ്. എല്ലാ കുരിശുകളും കർത്താവ് നീ കൃപ വെച്ചിട്ടുണ്ട് കർത്താവ്. ആ കുരിശെടുക്കാനുള്ള അഭിഷേകമാണ് കർത്താവ് ഏറ്റവും വലുതെന്ന് കർത്താവ് നീ പഠിപ്പിച്ചില്ല കർത്താവ്. ഇപ്പോൾ കർത്താവ് ആരാധന പങ്കെടുക്കുമ്പോൾ കർത്താവ് മക്കൾ ഇല്ലാത്തവർ കർത്താവ്, വിവാഹം താമസിക്കുന്ന കർത്താവ്, ഭവനമില്ലാത്ത കർത്താവ്, സ്ഥലമില്ലാത്ത കർത്താവ്, ഉള്ള ഭവനം താമസിച്ചൊരു കർത്താവ്, അവിടെ വലിയ ക്ലേശവും വാഗ്വാദങ്ങളും വഴക്കുമായി കർത്താവ്, അയൽവാസം ഭിന്നത കർത്താവ്, വിട്ടുചുട്ട് എവിടെയെങ്കിലും പോയാൽ മതി എന്ന് കർത്താവ് വിചാരിച്ച് നരകം പോലെ കർത്താവ് വേദന അനുഭവിക്കുന്നുണ്ട് കർത്താവ്. അവരെല്ലാം കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്ന കർത്താവ്, അവരനുഭവിക്കുന്ന കുരിശുകളുടെ പൊരുളുകൾ കർത്താവ് അത് ഏറ്റെടുക്കുവാൻ കർത്താവ് അങ്ങ് ആഗ്രഹിക്കുന്ന സമയം വരെ, അങ്ങ് ആഗ്രഹിക്കുന്ന സ്ഥലം വരെ കർത്താവ് അത് അങ്ങയുടെ നാമത്തെ മഹത്വം വരെ കൊണ്ടുപോയി കർത്താവ്. ഭൂമി കർത്താവ് യോഹന്നാൻ 17:4 പ്രാർത്ഥിക്കുന്നു, ഞാൻ ഭൂമിയിൽ അങ്ങേ മഹത്വപ്പെടുത്തി അങ്ങേ പക്കലിലെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ചു കർത്താവ്. യേശുക്രിസ്തു കർത്താവ് നീ കുരിശെടുത്തപ്പോൾ കർത്താവ് പിതാവിനെ മഹത്വപ്പെടുത്തി കൊടുത്തതുപോലെ കർത്താവ് ഞങ്ങൾക്കെടുക്കുന്ന കുരിശ് കർത്താവ് തിരുഹിതം പോലെ കർത്താവ്
നിന്റെ കർത്താവിന് ദാസി എന്ന് പറഞ്ഞ് കർത്താവ് അമ്മയെപ്പോലെ സ്വീകരിച്ച് കർത്താവ് നിന്റെ തിരുമനസ് പോലെ നിറവേറ്റ കർത്താവ് യേശുവിനെ പോലെ പ്രാർത്ഥിച്ച് കർത്താവ് ഈ ഭൂമി കർത്താവ് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി കർത്താവ് നിത്യ പ്രാപിക്കുവാനും ഈ കാലഘട്ടങ്ങളിൽ ആവശ്യമായ സകല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ ആത്മശക്തി ആവഹിക്കാൻ വേണ്ടി കർത്താവ് ആവശ്യമായ വിശ്വാസത്തെ കർത്താവ് ആവശ്യമായ സൗഖ്യത്തെ കർത്താവ് മക്കൾ നിറക്കണമേ. ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ കർത്താവായ ദൈവമേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ കുരിശെടുത്തുകൊണ്ട് അനുഗമിക്കാൻ പറഞ്ഞ കർത്താവേ ഞങ്ങളുടെ ജീവിതം യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഭക്തിയോടെ പ്രാർത്ഥന. ദൈവമുള്ളവരെ, ഇതാ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. വഴിയും സത്യവും ജീവനുമായ ദൈവം നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. നിന്റെ ജീവിത ഭാരം കുരിശുമെടുത്ത് അനുഗമിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ മുന്നിൽ നിന്റെ ഭാരങ്ങൾ, നിന്റെ രോഗങ്ങളാകുന്ന കുരിശ്, നിന്റെ കടങ്ങളാകുന്ന കുരിശ്, നിന്റെ ജീവിത വ്യഗ്രതയാകുന്ന കുരിശ്, നിന്റെ കിട്ടാക്കടങ്ങളാകുന്ന കുരിശ്, നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വെമ്പൽ കൊള്ളുന്ന വിഷമിക്കുന്ന ജീവിത അവസ്ഥകളാകുന്ന കുരിശ്, മാരക രോഗങ്ങളാകുന്ന കുരിശ്, ജീവിത പങ്കാളിയുടെ മദ്യപാനമാകുന്ന കുരിശെടുത്തുകൊണ്ട് കർത്താവേ അങ്ങേ ഞങ്ങൾ അനുഗമിക്കാൻ, അങ്ങേ അഭിഷേകം പ്രാപിക്കാൻ നീ ഉയർത്തപ്പെടുമ്പോൾ സമസ്തരെയും നിന്നിലേക്ക് ആകർഷിക്കുമെന്ന് വിശ്വാസത്തോടുകൂടി ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ഞങ്ങളെ ആശീർവദിക്കണമേ. കർത്താവായ ദൈവമേ, കർത്താവേ ശുശ്രൂഷ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് കർത്താവേ ഇപ്പോൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നവര്, ഇപ്പോൾ മുട്ടുമേൽന്ന് പ്രാർത്ഥിക്കുന്നവര്, അവിടെ രോഗദുരിതങ്ങള്, അവിടെ കടഭാരങ്ങള്, അവിടെ ജീവിത വ്യഗ്രതകള്, അവിടെ കുടുംബത്തിലെ തകർച്ചകള് കർത്താവേ അവർ വിശ്വസിക്കുന്നു മറ്റൊരുത്തരിൽ രക്ഷയില്ല, രക്ഷ യേശുക്രിസ്തുവിൽ മാത്രമാണ് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ആശീർവദിക്കുന്നവർ തന്നെ പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മുടെ ജീവിത ഭാരങ്ങൾ ഏറ്റെടുത്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മളെയും ലോകത്തിന് നാനാഭാഗങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷ അഭിഷേകമായി പങ്കുചേർന്ന് ആരാധിക്കുന്നവരെ സമർപ്പിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.